ഗണേഷ് കുമാർ ഇപ്പോൾ EVM-മായി ബന്ധപ്പെട്ട് കർശന നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. നിരവധിയായ EVM-കൾക്ക് കുഴപ്പങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മോക്ക് പോളിംഗ് ഉൾപ്പെടെ നടത്തുമ്പോൾ, നിലവിൽ അതിന്റെ പരിശോധന ഉൾപ്പെടെ നടത്തുമ്പോൾ പല മെഷീനുകളിലും ഫോൾട്ട് കാണുന്നുണ്ട്. അത് മനസ്സിലാക്കി തന്നെയാണ് ഗണേഷ് കുമാർ വളരെ വ്യക്തമായി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കുഴപ്പങ്ങളുള്ള EVM മാറ്റും. അവിടെ ബാലറ്റ് പേപ്പർ കൊണ്ടുവരേണ്ടി വന്നാലും വേണ്ടില്ല. ഒരു രീതിയിലും തെരഞ്ഞെടുപ്പ് നടത്താൻ സമ്മതിക്കില്ല. ഇത് താൽക്കാലികമായെങ്കിലും പ്രതിപക്ഷ അംഗങ്ങളുടെ കണ്ണിൽ പൊടിയാൻ വേണ്ടി ഗണേഷ് പറഞ്ഞതായിരിക്കാം. പക്ഷേ ഇത്തരത്തിലൊരു പ്രസ്താവന ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ ഇളക്കിമറിച്ചിരിക്കുന്നു. EVM മെഷീനുകളുടെ നിലവിലെ പ്രവർത്തന പരിശോധന ഉൾപ്പെടെ നടത്തി വിലയിരുത്തി മാത്രം അതാത് പോളിംഗ് ബൂത്തുകളിൽ കൊടുത്താൽ മതി. അല്ലാത്തപക്ഷം അവ മടക്കണം. അവർക്ക് ബാലറ്റ് പേപ്പർ സംവിധാനം ഒരുക്കും എന്നൊരു നിർദ്ദേശം കൂടി വന്നിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ബീഹാറിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിഷയത്തിന് പരിഹരിക്കാമെന്നാണ് ഗണേഷ് കുമാർ വിചാരിക്കുന്നത്. കാരണം ഗണേഷ് കുമാർ ഇത് പറയുന്നതോടെ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ബീഹാറിൽ നടന്നിരിക്കുന്നുവെന്നും ഇനി വരുന്ന റിസൾട്ടുകൾ ഒരു തരത്തിലും അവിടെ ഇലക്ഷൻ കമ്മീഷന്റെയോ BJP-യുടെയോ സ്വാധീനം കൊണ്ടല്ല, നിഷ്പക്ഷമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഗിമിക്സാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കൂടി വേണ്ടിയാണ്.